2-3. ചേട്ടാ ഇത് ഏതാ റോഡ്? ഇത് കൊട്ടിന്ന് നാലോട്ടി പോണ PWD റോഡാണ്. ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഈ റോഡിൽ നിന്ന് ഏകദേശം 11 മീറ്റർ മാറിയിട്ടാണ് നിൽക്കണേ. ഈ ഭാഗത്ത് എന്തെന്ന് പറയും? ഈ ഭാഗത്ത് പ്ലാവഞ്ചോട് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾ അറിയണം. ഇതിലൂടെ ഒരു സർവേ ഇപ്പോൾ 2 സർവേ കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസമായിട്ട് ഒരു സർവേ നടക്കുന്നുണ്ട്. അത് നിന്റെ ഭാഗമാണെന്ന് അറിയും. അത് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്ന് പറയുന്ന ഒരു റെയിൽ സർവീസിൻ്റെ സർവേ ആണെന്നാണ് പറയുന്നത്. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് ഈ 90% ഈ വഴിക്കാണ് കടന്നു പോകാൻ സാധ്യത. അതായത് ഇപ്പോൾ മാർക്ക് ചെയ്ത 2 പോസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ സർവേ പോകുന്നത്. ആ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കൊക്കെ പോണത് എൻ്റെ വീടിൻ്റെയൊക്കെ മേലെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഖേദകരമാണ്. കാരണം ആകെ കൂടി 4 സെൻറ്റ് സ്ഥലം. ഈ 4 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ എനിക്ക് വേറെ ഇപ്പോൾ കൂലിപ്പണിക്ക് ഞങ്ങൾ പോകണം. എന്താ ജോലി ചെയ്യുന്നത്? എനിക്ക് മരത്തിൻ്റെ പോളിഷ് പണി കൂലിപ്പണിയാണ്. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. കുട്ടികൾ 2 ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ +1 പഠിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ നിങ്ങൾ സമീപിച്ചിരുന്നു? വാർഡ് മെമ്പർ ഞങ്ങളെ സമീപിച്ചിട്ടില്ല. പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു? ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. ആരും അറിയിച്ചിട്ടില്ല. അവർ നിങ്ങളെ കോൺടാക്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി, ഇത് അവസാന സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 ദിവസമായിട്ട് കറണ്ട് എടുക്കുന്നുണ്ട്. ഒരു ബേസ്മെന്റ് ഇവിടെ വെച്ച ഒരു ഡിഷാണ് മേലിട്ട് വെക്കുന്നത്. ശരി. അത് 4 ദിവസമായിട്ട് എന്താ പറഞ്ഞു? അവർ പറഞ്ഞത് ഇത് ഇവിടുന്ന് സിഗ്നൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ശരി. സിഗ്നൽ കൊടുത്ത് അപ്പോൾ വേറെ ഇത് 4 ദിവസമായിട്ട് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസമായിട്ട് ചെയ്തപ്പോൾ ഇതെന്താ 4 ദിവസം ഇവിടെ തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷെയ്ഡ് മറ്റുള്ള സ്ഥലത്തേക്ക് നീങ്ങി ഷെയ്ഡ് കിട്ടുന്നില്ല. ഷെയ്ഡ് കൊണ്ട് മേലോട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വന്ന ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? അവരൊരു വണ്ടിക്കാണ് വന്നത്. ഇവിടെ വരെ ഹിന്ദിക്കാരനാക്കിയിട്ട് പോകും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ദിവസം കൂടി വരുന്ന അയാൾ പറയുന്നു. അതിന് എവിടെ മുതൽ എവിടെ വരെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സർവീസ്? ഇവരുടെ ഉദ്യോഗസ്ഥന്മാർ ആ ഡ്രൈവർ പറഞ്ഞ ഇതനുസരിച്ച് തിരൂർ മുതൽ എറണാകുളം വരെയാണ് അവരുടെ ഇതെന്നാണ് അവർ പറഞ്ഞത്. അവർ മൊത്തമായിട്ട് എത്ര ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നു? അവർ അന്ന് ആ ഡ്രൈവർ പറഞ്ഞത് 30,000-ഓളം ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് സർവേ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 7 ദിവസമാണ് ഇനി വരാൻ പോകുന്നവർ. ഇന്ന് ഞായറാഴ്ചയാണ്, അടുത്ത ദിവസം. ഇവിടെ ഈ സാറ്റലൈറ്റ് ഇതിന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി 2 ദിവസം കൂടി വരുന്ന ആ ഹിന്ദിക്കാരൻ പറഞ്ഞു. ആ ഭാഗത്ത് പ്ലേറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതൊരു ചിപ്പാണെന്നാണ് അവർ പറയുന്നത്. അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സിഗ്നൽ ഇതാണെന്നാണ് പറഞ്ഞത്. ചേട്ടാ, ഇനിയിപ്പോൾ ചേട്ടന് പറയാനുള്ള ഒരു വിഷമം? എൻ്റെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സിഗ്നലിൽ പോയതിനു ശേഷം ഞങ്ങൾ ഉറങ്ങിയില്ല. എന്നെ സംബന്ധിച്ച് ഈ 4 സെൻറ്റ് സ്ഥലമുള്ള ഒരു വീടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് 45 വയസ്സായി. എനിക്ക് എൻ്റെ മകളുടെ 2 കുട്ടികളെ കെട്ടിച്ചു വിടണം. അത് ഞാൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നാളെ വന്നിട്ട് പറയുകയാണ് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകണതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം മതിയായ ഒരു വീട്, ഒരു 4 സെൻറ്റ് വീടും സ്ഥലവും ഒരു ചെറിയ വീടും കിട്ടിയാൽ ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് എനിക്ക് വിഷമമല്ല. പക്ഷെ ഇത് ഉണ്ടാക്കി തന്നിട്ട് വേണം. ഞങ്ങളെ ഒഴിപ്പിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഒഴിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ മാത്രമല്ല, ഇതുമാതിരി 4 സെൻറ്റോ അല്ലെങ്കിൽ 2 സെൻറ്റോ ഉള്ളവരുടെ കാര്യമൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ. ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് കൂടെ മാറിപ്പോയാലും ഞാൻ അനുഭവിക്കണ മാനസിക പിരിമുറുക്കം തൊട്ടടുത്ത ആൾ അനുഭവിക്കും. ഇപ്പോൾ ഇത് വന്നതിന് ശേഷം എൻ്റെ മക്കൾ 2 ദിവസം ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഞങ്ങളുടെ വീട് പോകണം, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അവർ കാണിച്ചിട്ട് പോലും ഞാനത് എൻ്റെ വിഷമം അവർ കാണാണ്ട, അവരെ കാണാണ്ട് ഞാൻ അനുഭവിക്കണേന്ന്. അപ്പോൾ അത് പോകുമ്പോൾ അതിന് വലുതൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലവും അത് ചെറിയൊരു വീടും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ വേദന പങ്കുവച്ചിരുന്നു. ഞങ്ങൾ അവരോട് പറയാനായിട്ട് അവർ പറയണ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ പറയണ ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. ഹിന്ദിയാണ് പറയണത്. ഇപ്പം അത് മാത്രമല്ല, ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ പുറകിലും ഈ കുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ എന്തായാലും ഉറപ്പായിട്ടും അത് പോകുന്നത് തന്നെയാണ് ഞങ്ങൾ ഇപ്പം കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ത് പഞ്ചായത്ത് അധികാരികളെന്ന് അറിയിക്കാതിരിക്കുന്നു? പഞ്ചായത്ത് അധികാരികളെ ഞങ്ങളോട് കൃത്യമായിട്ട് ഇങ്ങനെ പോകണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇന്നവരേക്ക് തന്നുള്ളത്. ഇവർ ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല. ഇന്നവരേക്കും ഒരു ഇൻഫോർമേഷൻ തന്നാൽ മാത്രമല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി എടുക്കുന്ന ഞങ്ങളോട് ഇവിടെ വന്ന ആൾക്കാരും ഞങ്ങളുടെ വീട്. ഇപ്പോൾ എത്രാം പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട്? ഇവിടെ ഇപ്പം 4 ദിവസമായി വന്നെ. 4 ദിവസം. ഇതിന് മുമ്പ് സർവേ ഇവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ പണിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾ അറിയണം. ഒരു ദിവസം പണിക്ക് വന്നിട്ട് ഇവിടെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പൊന്നും ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഈ കാര്യം. എന്തിനാ നമ്പർ ഇട്ടണം, എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ ഒരു നമ്പർ ഇട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ വന്ന ആൾക്കാരാണ് ഞങ്ങളോട് പറഞ്ഞത്. അതെ, ശരി.